ഹായ് ഫ്രണ്ട്സ്, ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ശതവാഹനന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ശതവാഹനന്മാർ മൗര്യ സാമ്രാജ്യത്തിനു ശേഷം പടിഞ്ഞാറൻ ഇന്ത്യയിലും ഡെക്കാനിലും മധ്യ ഇന്ത്യയിലും ഉയർന്നു വന്ന ശക്തിയാണ് ശതവാഹന സാമ്രാജ്യം. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആന്ധ്രർ തന്നെയാണ് ശതവാഹനർ എന്ന് അനുമാനിക്കപ്പെടുന്നു. അപ്പോൾ ശതവാഹനന്മാർ മൗര്യ സാമ്രാജ്യത്തിനു ശേഷം പടിഞ്ഞാറൻ ഇന്ത്യയിലും ഡെക്കാനിലും മധ്യ ഇന്ത്യയിലും ഉയർന്നു വന്ന ശക്തിയാണ് ശതവാഹന സാമ്രാജ്യം. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആന്ധ്രർ തന്നെയാണ് ശതവാഹനർ എന്ന് അനുമാനിക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ജുന്നാർ അഥവാ പൂനെ, പ്രതിഷ്ഠാന അഥവാ പൈതാൻ മുതൽ ആന്ധ്രയിലെ അമരാവതി അഥവാ ധരണിക്കോട് എന്നിവയടക്കം തെക്കേ ഇന്ത്യ, മധ്യ ഇന്ത്യ എന്നിവ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ശതവാഹനന്മാർ. അപ്പോൾ എന്താണ്? മഹാരാഷ്ട്രയിലെ ജുന്നാർ അഥവാ പൂനെ, പ്രതിഷ്ഠാന അഥവാ പൈതാൻ മുതൽ ആന്ധ്രയിലെ അമരാവതി അഥവാ ധരണിക്കോട് എന്നിവയടക്കം തെക്കേ ഇന്ത്യ, മധ്യ ഇന്ത്യ എന്നിവ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ശതവാഹനന്മാർ. ഇനി ശതവാഹന സാമ്രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം. സിമുഖൻ, കൺഹ അഥവാ കൃഷ്ണൻ, ശതകർണി ഒന്നാമൻ, ശതകർണി രണ്ടാമൻ, ഗൗതമി പുത്ര ശതകർണി, വസിഷ്ഠി പുത്ര പുലമാവി, വസിഷ്ഠി പുത്ര ശതകർണി, ശിവശ്രീ പുലമാവി, ശിവസ്കന്ദ ശതകർണി, യജ്ഞശ്രീ ശതകർണി. ഇവയൊക്കെ ഈ രാജാക്കന്മാരാണ് ശതവാഹന സാമ്രാജ്യത്തിലെ പ്രമുഖരായ രാജാക്കന്മാർ. അപ്പോൾ സിമുഖൻ എന്ന രാജാവ് ശതവാഹന സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ആദ്യത്തെ രാജാവും കൂടിയാണ്. 23 വർഷത്തോളം രാജ്യം ഭരിച്ച സിമുഖന്റെ ക്രൂരകൃത്യങ്ങൾ അദ്ദേഹത്തെ ജനരോഷങ്ങൾക്ക് ഇടയാക്കി. അങ്ങനെ ജനകീയ ലഹളകളിൽ സിമുഖൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് കൺഹ അഥവാ കൃഷ്ണൻ. ഇദ്ദേഹം സിമുഖന്റെ സഹോദരനാണ് കൺഹ. അപ്പോൾ ഇദ്ദേഹം ശതവാഹന സാമ്രാജ്യം നാസിക്ക് വരെ വ്യാപിപ്പിച്ചു. ഇനി ശതകർണി ഒന്നാമൻ, അദ്ദേഹം പടിഞ്ഞാറൻ മാൾവ, വിദർഭ എന്നീ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. അദ്ദേഹം ബ്രാഹ്മണർക്ക് ധാരാളം ദാനം ചെയ്യുകയും അശ്വമേധം, രാജസൂയം തുടങ്ങിയ യാഗങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അശ്വമേധം, രാജസൂയം തുടങ്ങിയ യാഗങ്ങൾ നടത്തുകയും ചെയ്തു. ശതകർണി രണ്ടാമൻ 56 വർഷം ഭരിച്ചു. ഗൗതമി പുത്ര ശതകർണിയാണ് ശതവാഹന സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ്. ഇനി ശതവാഹനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഗൗതമി പുത്ര ശതകർണി. ശതവാഹനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഗൗതമി പുത്ര ശതകർണി. ശതവാഹന സാമ്രാജ്യം പ്രധാനമായും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നിരുന്നാലും പലപ്പോഴും സാമ്രാജ്യത്തിന്റെ വ്യാപ്തി ഇന്നത്തെ ഗുജറാത്ത്, കർണാടകം, മധ്യപ്രദേശ് വരെയും വ്യാപിച്ചിരുന്നു. അപ്പോൾ ശതവാഹന സാമ്രാജ്യം പ്രധാനമായും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പലപ്പോഴും സാമ്രാജ്യത്തിന്റെ വ്യാപ്തി ഇന്നത്തെ ഗുജറാത്ത്, കർണാടകം, മധ്യപ്രദേശ് വരെയും വ്യാപിപ്പിച്ചിരുന്നു. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന പ്രദേശം ദക്ഷിണ മധ്യ ഇന്ത്യയിൽ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് ത്രികോണ ആകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ശതവാഹനന്മാർ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഭരിച്ചിരുന്നത് നമുക്ക് ഈ പിക്ചറിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളാണ് ശതവാഹനന്മാർ ഭരിച്ചിരുന്നത്. ഇനി ശതവാഹന രാജവംശം സ്ഥാപകനാണ് സിമുഖൻ. ശതവാഹന രാജവംശത്തിന്റെ സ്ഥാപകനാണ് സിമുഖൻ. ശതവാഹനന്മാരുടെ തലസ്ഥാനമാണ് ശ്രീകാകുളം. ശതവാഹനന്മാരുടെ തലസ്ഥാനമാണ് ശ്രീകാകുളം. ആന്ത്രജന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ശതവാഹനന്മാർ. ആന്ത്രജന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ശതവാഹനന്മാർ. ഇനി സ്വന്തം പേരിനൊപ്പം മാതാവിന്റെ പേര് ചേർത്തിരുന്ന രാജാക്കന്മാരാണ് ശതവാഹനന്മാർ. സ്വന്തം പേരിനൊപ്പം മാതാവിന്റെ പേര് ചേർത്തിരുന്ന രാജാക്കന്മാരാണ് ശതവാഹനന്മാർ. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ശതവാഹനന്മാർ ആണ്. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ശതവാഹനന്മാരാണ്.
ശതവാഹനന്മാരുടെ രാജകീയ മുദ്ര കപ്പൽ. ശതവാഹനന്മാരുടെ രാജകീയ മുദ്ര കപ്പൽ. കപ്പലിന്റെ ചിഹ്നം നാണയത്തിൽ കൊത്തിവെച്ച രാജവംശമാണ് ശതവാഹന രാജവംശം. കപ്പലിന്റെ ചിഹ്നം നാണയത്തിൽ കൊത്തിവെച്ച രാജവംശമാണ് ശതവാഹന രാജവംശം. ശതവാഹനന്മാരുടെ നാണയം ഹർഷപൻസ് എന്നറിയപ്പെടുന്നു. ശതവാഹനന്മാരുടെ നാണയം ഹർഷപൻസ് എന്നറിയപ്പെടുന്നു. ഇനി ശതവാഹനന്മാരുടെ ഔദ്യോഗിക ഭാഷയാണ് പ്രാകൃത്. ശതവാഹനന്മാരുടെ ഔദ്യോഗിക ഭാഷയാണ് പ്രാകൃത്. ബ്രാഹ്മണർക്കും ബുദ്ധമത സന്യാസികൾക്കും ഭൂമി ദാനമായി നൽകിയ ആദ്യ രാജവംശമാണ് ശതവാഹന രാജവംശം. എന്താണ്? ബ്രാഹ്മണർക്കും ബുദ്ധമത സന്യാസിമാർക്കും ഭൂമി ദാനമായി നൽകിയ ആദ്യ രാജവംശമാണ് ശതവാഹന രാജവംശം. ശതവാഹന കാലഘട്ടത്തിൽ പ്രശസ്തമായ ബുദ്ധമത കേന്ദ്രങ്ങളാണ് നാഗാർജുനകൊണ്ട, അമരാവതി. അപ്പോൾ ശതവാഹന കാലഘട്ടത്തിൽ പ്രശസ്തമായ ബുദ്ധമത കേന്ദ്രങ്ങളാണ് നാഗാർജുനകൊണ്ട, അമരാവതി. ഗൗതമിപുത്ര ശതകർണി. ശതവാഹനന്മാരുടെ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ഗൗതമിപുത്ര ശതകർണി. ഏകബ്രാഹ്മണ എന്ന ബിരുദം സ്വീകരിച്ച ശതവാഹന രാജാവാണ് ഗൗതമിപുത്ര ശതകർണി. പാശ്ചാത്യ വിന്ധ്യയുടെ അധിപൻ എന്നറിയപ്പെടുന്നത് ഗൗതമിപുത്ര ശതകർണിയാണ്. അപ്പോൾ ഏകബ്രാഹ്മണ എന്ന ബിരുദം സ്വീകരിച്ച ശതവാഹന രാജാവാണ് ഗൗതമിപുത്ര ശതകർണി. പാശ്ചാത്യ വിന്ധ്യയുടെ അധിപൻ എന്നറിയപ്പെടുന്നതും ഗൗതമിപുത്ര ശതകർണിയാണ്. ഇനി സ്വന്തം ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നാണയങ്ങൾ പുറപ്പെടുവിച്ച ആദ്യകാല ഇന്ത്യൻ ഭരണാധികാരികളായിരുന്നു ശതവാഹനന്മാർ. സ്വന്തം ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നാണയങ്ങൾ പുറപ്പെടുവിച്ച ആദ്യകാല ഇന്ത്യൻ ഭരണാധികാരികളായിരുന്നു ശതവാഹനന്മാർ. ഇനി സാഞ്ചിയിലെ സ്തൂപത്തിൽ പ്രവേശന കവാടവും സ്തംഭശ്രേണികളും ശതവാഹനന്മാർ നിർമ്മിച്ചു. ശതകർണി രണ്ടാമന്റെ തച്ചുശാസ്ത്രിയായ ആനന്ദനാണ് നിർമ്മിച്ചത്. അപ്പോൾ ശതകർണി രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് സാഞ്ചിയിലെ സ്തൂപത്തിൽ പ്രവേശന കവാടവും സ്തംഭശ്രേണികളും നിർമ്മിച്ചത്. അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മധ്യപ്രദേശ് കീഴടക്കിയ രാജാവാണ് അഭിലഖൻ. മധ്യപ്രദേശ് കീഴടക്കിയ രാജാവാണ് അഭിലഖൻ. ഇനി അവസാനത്തെ പ്രശസ്തനായ ശതവാഹന രാജാവാണ് യജ്ഞശ്രീ ശതകർണി. അപ്പോൾ അവസാനത്തെ പ്രശസ്തനായ ശതവാഹന രാജാവാണ് യജ്ഞശ്രീ ശതകർണി. യജ്ഞശ്രീ ശതകർണിയുടെ ഭരണത്തിനു ശേഷം ശതവാഹനന്മാരുടെ ശക്തി ക്ഷയിക്കുകയും സാമന്തന്മാർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. യജ്ഞശ്രീ ശതകർണിയുടെ ഭരണത്തിനു ശേഷം ശതവാഹനന്മാരുടെ ശക്തി ക്ഷയിക്കുകയും സാമന്തന്മാർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശതവാഹനന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.